ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റിജിനസ് മെൻഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് ഈ ഹാൻ്റെ ഫസ്റ്റ് ഡേ KVയിൽ കേന്ദ്ര വിദ്യാലയയിൽ ചേർന്നിട്ട് ഇന്നാണ് ഫസ്റ്റ് ഡേ തുടങ്ങുന്നത്. ഇന്ന് അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് രാവിലെ 7:30 7:50 ആയി ഇറങ്ങാൻ. ഒരു 8 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിഹാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എടുപ്പിക്കുക. എനിക്കാണെങ്കിൽ എടുക്കാനും അറിയില്ല. എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് കഞ്ചിക്കോട് എത്തണമല്ലോ. 8:50 അവിടെ റീച്ച് ആവേണ്ടത്. സോ ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങി. വൈകിയതാണ്, 7:30 ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ വൈകിപ്പോയി. അങ്ങനെ 8 മണിയായി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. 8:35 ആകുമ്പോൾ സ്കൂളിലെത്തി. സ്കൂളിലൊക്കെ അങ്ങനെ നടന്നിട്ട് പോവുകയാണ്. ഇതാണ് ഫ്രണ്ട് ഗേറ്റ് സ്കൂളിൻ്റെ. അവിടെ പോയപ്പോൾ എല്ലാ പേരൻസും എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് സമയമായിരുന്നു നമ്മളെത്തിയത്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഫസ്റ്റ് ഡേ ആയിട്ട് സ്കൂൾ എന്ന ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനാണ് ഇത്രയും തിരക്ക്. ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, തമ്പനെയിലൊക്കെ ഇടാമല്ലോ പറഞ്ഞിട്ട്. പക്ഷേ അവിടെ നല്ല തിരക്കും, പിന്നെ ടീച്ചേഴ്സൊക്കെ വിളിക്കാൻ തുടങ്ങി, പിന്നെ എടുക്കൂ പറഞ്ഞിട്ട് ഞാൻ എടുക്കാൻ നിന്നില്ല. കുറച്ച് പേര് മാത്രമേ അവിടെ നിന്നൊക്കെ എടുത്തുള്ളൂ. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സാണ്. ആ തട്ടുവിട്ടതാണ് ഇഹാൻ്റെ ടീച്ചർ കേട്ടോ. ടീച്ചറിൻ്റെ പേര് സുമയ്യ എന്നാണ്. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെല്ലാം ക്ലാസ്സിൽ ആക്കിയിട്ട് നമ്മൾ ഹാളിലേക്ക് പോകണം. പ്രോഗ്രാം ഹാളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് നടന്ന് പോയപ്പോൾ ഇത് ഫ്രണ്ട് ഗേറ്റ് എന്നല്ല, ഇതൊരു സൈഡത്തെ ഗേറ്റാണ്. സൈഡത്തെ ഇതാണ്, എൻട്രൻസാണ്. അങ്ങനെ സൈഡ് എൻട്രൻസിലൂടെ കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു വൈബ് കിട്ടിയത്. അപ്പോൾ അതും വീഡിയോ എടുത്തുകൊണ്ട് അപ്പോഴേക്കും വേറൊരു സ്റ്റുഡൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് ക്ലാസ്സിലാണ് പറഞ്ഞിട്ട്. പിന്നെ അവനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആണ് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് വേറൊരു സ്റ്റുഡൻറ്റ്. അവിടെ എല്ലാവരും സൈഡിൽ വെൽക്കം പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള പ്ലക്കാർഡ്സ് എല്ലാം പിടിച്ചുകൊണ്ട് വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വാംലി വെൽക്കം ആയിരുന്നു അത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ഡേ കണ്ട് അവൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ആക്കി കൊടുത്തപ്പോൾ ടീച്ചർ ഒരു കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനിക്കൊരു കിരീടം കിട്ടി. അവൻ ഉണ്ടാവേണ്ടത് അവൻ്റെ സീറ്റ് ലാസ്റ്റ് പോയിരിക്കുന്നുണ്ട്. ഉണ്ടാവാണ്ടിരിക്കും. എല്ലാ കുട്ടികളും ഉണ്ടാവാണ്ടിരിക്കുകയാണ്. അപ്സെറ്റാണ് എല്ലാവരും. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവർക്ക് ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് പിന്നെ ദർബാർ ഹാൾ എന്ന് പറയുന്ന അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, ഓഡിറ്റോറിയം പോലെ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വഴിനീളിങ്ങനെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ഓരോ പ്ലക്കാർഡും പിടിച്ചിട്ട്. ഇവരൊക്കെ LP സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡോ തേർഡോ സ്റ്റുഡൻസ് ആയിരിക്കാം. അങ്ങനെ ഞങ്ങളതെന്ത് ഹൃദയക്ക് ഘാട്ടോം കാ കുൽ ജാന മേ ഞാൻ ഹേ അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും എനിക്കൊരു പിടിയില്ല. നമ്മൾ കടന്നു. എന്നിട്ട് ഞങ്ങൾ അത് ഹാളിലേക്ക് കടന്നു. കുറച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രയർ ഉണ്ടായിരുന്നു. നല്ലൊരു സോങ് ആയിരുന്നു, നല്ല കേൾക്കാൻ ഇമ്പമുള്ള ഒരു പാട്ടായിരുന്നു. അങ്ങനെ പ്രയർ സോങ് എല്ലാം കഴിഞ്ഞ് ഓരോ കുട്ടികളവിടെ അതിൽ വന്നിട്ട് ചോക്ലേറ്റും പെൻസില് റബ്ബർ ഇതൊക്കെ വെച്ചിട്ട് അവർ പിടിച്ചുകൊണ്ടിരിക്കണതിൽ അതൊക്കെയാണ്. അങ്ങനെ ഓരോ കുട്ടികളെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് ഓരോ ടീച്ചേഴ്സ് അവരുടെ കയ്യിൽ ചോക്ലേറ്റും പെൻസിലും റബ്ബറും കൊടുക്കണത്. അതാ ഇഹാൻ കണ്ടല്ലോ.
അതൊന്ന് സൂമാക്കി എടുത്തതാണ്. അങ്ങനെ ഫസ്റ്റ് ഡി ആണല്ലോ, അങ്ങനെ മിനിമം ഡിവിഷനും അങ്ങനെ എല്ലാ കുട്ടികളും നിന്നിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ട് എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുട്ടികളെ എല്ലാം താഴത്തി ഇരുത്തിയിട്ടുണ്ട്. ഒരു കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ കുട്ടികളെ എല്ലാം ഇരുത്തി പിന്നെ പ്രിൻസിപ്പൾ, വൈസ് പ്രിൻസിപ്പൾ അവരുടെ സ്പീച്ച് എല്ലാം കഴിഞ്ഞു. അങ്ങനെ രണ്ട് മൂന്ന് പാട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികളാണ് തോന്നുന്നു ഡാൻസ് നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഉഷാറോടുകൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സോങ് കട്ട് ചെയ്ത് വെച്ചാൽ നല്ല സോങ്ങായിരുന്നു, നല്ല മ്യൂസിക്കുള്ള സോങ്ങായിരുന്നു. പക്ഷേ സോങ് എന്താ കട്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് കോപ്പി റൈറ്റ് വരുന്നു. അങ്ങനെ 2-3 വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് ഉണ്ട്. നമുക്ക് പിന്നെ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കോപ്പി റൈറ്റ് വലിയ വിഷയമല്ല. എന്നാലും ആ കോപ്പി റൈറ്റ് വന്നു വെച്ചാൽ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. ആസ് എ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കോപ്പി റൈറ്റ് ക്ലെയിം ചെയ്യാനേ എനിക്കറിയില്ല. അതുകൊണ്ട് 2-3 വീഡിയോസിന് എനിക്ക് കോപ്പി റൈറ്റ് വന്നിട്ടുണ്ട്. അതായത് മ്യൂസിക്കിനൊക്കെ സോങ്ങൊക്കെ ഇട്ട് വെച്ചാൽ അതിന് കോപ്പി റൈറ്റ് വരാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയാണ് കോപ്പി റൈറ്റ് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും എനിക്ക്, എന്നെ പോലുള്ള ബിഗിനേഴ്സിന്. അങ്ങനെ നല്ല ഡാൻസായിരുന്നു അത്. ചെറിയ കുട്ടികളുടെ നല്ല ഉഷാറോടുകൂടെ തന്നെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. സ്കൂൾ തുറക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഗ്രൂപ്പ് സോങ് തന്നെയാണത്. ബാഗ്, ബുക്ക്, പെൻസിൽ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ. അത് കഴിഞ്ഞ് പിന്നെ ഓരോ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം നമുക്ക് എങ്ങനെയായിരുന്നു പോളിസി എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു കാലഘട്ടം, പിന്നെ +1 +2 ഒരു കാലഘട്ടം, പിന്നെ ഡിഗ്രി 3 വർഷം ഒരു കാലഘട്ടം, അങ്ങനെയാണല്ലോ. പക്ഷേ ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്, ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കുട്ടികളെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് അതിനെ തിരിച്ച് വിളിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിയിൽ നിറയെ ബസ്സുണ്ടായിരുന്നു, എന്നാലും ഒരു ബസ് നമ്മുടെ സൈഡിലേക്ക് ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. എന്ന് വെച്ചാൽ സ്കൂൾ ബസ് നമ്മുടെ എരമയൂർ, ആലത്തൂർ ആ സൈഡൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ഒരു വാനിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ബസ്സുള്ള സ്ഥിതിക്ക് കുറേ കുട്ടികൾ ഈ സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ അവർക്ക് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു പ്രൈവറ്റ് വാനിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് വാനിന് MRIന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവൻ ഹോട്ടലിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ ഹോട്ടലിലേക്ക് പോവുക പറഞ്ഞപ്പോൾ അവനക്ക് ബർഗർ മതിയെന്നായി. പിന്നെ അങ്ങനെ KFCയിലോട്ട് വിട്ടിട്ട് 2 ബർഗറും ഒരു കോംബോ പാക്ക് വാങ്ങി